ഈ വീഡിയോയിൽ യൂറോപ്പ്, അമേരിക്ക, അതേപോലെ തന്നെ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വ്ളാഡിമിർ സെലൻസ്കി അമേരിക്കയിൽ നിന്ന് വന്നതിന് ശേഷം നേരെ പോയത് യു കെയിലാണ്. ഞാൻ പറഞ്ഞല്ലോ യു കെയിലോട്ട് പോകുന്നുള്ളത്. അപ്പോൾ യു കെയിലെ സ്റ്റാർമറും ഈ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എല്ലാം തന്നെയാണ് ഇതിന്റെ പുറകിൽ നിന്ന് കളിക്കുന്നത്. അവരുടെ ധൈര്യത്തിലാണ് സെലൻസ്കി വൈറ്റ് ഹൗസിൽ പോയിട്ട് ഇങ്ങനെ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചതൊക്കെ ഇവരുടെ ബലത്തിൽ തന്നെയാണ്. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഇപ്പോൾ യൂറോപ്പിലുള്ള നിർണായക ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു പേടി യൂറോപ്പിന് അലട്ടുന്ന ഒരു പേടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ട്രംപ് എങ്ങാനും പുടിനുമായിട്ട് പോയിട്ട് ഒരു കരാർ ഒപ്പുവെക്കുവോ എന്നുള്ള ഒരു പേടി യൂറോപ്യൻ യൂണിയൻ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്ന ഇവന്മാരെല്ലാം മണ്ടന്മാരാണെന്നാണ്. കാര്യം വേറെ ഒന്നുമില്ല, ട്രംപ് ഉറപ്പായിട്ടും പുടിനുമായിട്ട് ഡീൽ സൈൻ ചെയ്യും. അത് ഉക്രൈനിലെ സെലൻസ്കി ഈ ഡീൽ ഒപ്പിട്ട് കൊടുത്താലും ഇല്ലെങ്കിലും ട്രംപ് സൈൻ ചെയ്യും, 100% ഉറപ്പാണ്. ഈ യൂറോപ്പിലുടനീളമുള്ള ഈ ഒരു മന്ദബുദ്ധികളായിട്ടുള്ള നേതാക്കൾക്കൊന്നും ട്രംപിന്റെ യഥാർത്ഥ ആ ഒരു ഡിപ്ലോമസിയെ കുറിച്ച് ഒരു രീതിയിലും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. യൂറോപ്പ് ഇന്ന് യു കെക്കുള്ളിൽ വെച്ചിട്ടാണ് കംപ്ലീറ്റ് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൺഡേ ആണ്, പൊതുവേ ഹോളിഡേ ആയിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് അർജന്റായിട്ട് മീറ്റിംഗ് നടക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ പേടിയാണ്. മിനിഞ്ഞാന്ന് സെലൻസ്കിയും ട്രംപും തമ്മിൽ ഈ ഒരു തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം ഇന്നലെ പുടിൻ വീണ്ടും ഒരു പ്രഖ്യാപനമായിട്ട് വന്നിട്ടുണ്ട്. അതായത് അമേരിക്കയുമായിട്ട് റെയർ എർത്ത് മിനറൽ ഡീൽ സൈൻ ചെയ്ത് വളരെ എഫക്റ്റീവായിട്ട് അമേരിക്കയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെന്ന് വീണ്ടും പുടിൻ പറഞ്ഞിരിക്കുകയാണ്. ട്രംപ് ആണെങ്കിൽ അതിനെ വെൽക്കം ചെയ്തിട്ടുണ്ട്. ട്രംപ് റെഡിയാണ് പോയി സൈൻ ചെയ്യാൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ റിപ്പബ്ലിക്കൻ പാർട്ടി എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റഷ്യയുമായിട്ട് നല്ലൊരു ഡീലിംഗ് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഡെമോക്രറ്റിനെ പോലെ അല്ല റിപ്പബ്ലിക്കൻ പാർട്ടി റഷ്യയെ ഡീൽ ചെയ്തിരിക്കുന്നത്. ഉടനീളം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഓർക്കുന്ന 2005 ഹുരിക്കെയിൻ കാട്രീന എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വന്ന സമയത്ത് പുടിൻ നിരുപാധികം ഒരുപാട് സഹായങ്ങൾ അങ്ങോട്ട് പ്രഖ്യാപിക്കുകയും അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ അഭിനന്ദിക്കുന്ന രീതിയിൽ ജോർജ് ഡബ്ല്യു ബുഷ് അന്നത്തെ US പ്രസിഡന്റ് പുടിനെ വൈറ്റ് ഹൗസിൽ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പുടിൻ പോയിട്ടുണ്ടായിരുന്നു 2005. ഇങ്ങനെ നിങ്ങൾ ചരിത്രത്തിലുടനീളം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റിപ്പബ്ലിക്കൻസിന് ഏറ്റവും കൂടുതൽ റഷ്യയുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് തന്നെ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് പല കാലഘട്ടങ്ങളിൽ നമുക്ക് മനസ്സിലാക്കി പോകാൻ കഴിയും. 2018-19 ട്രംപും പുടിനും തമ്മിൽ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഒരുപാട് മീറ്റിംഗ്സ് അവർ തമ്മിൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പല ഗ്ലോബൽ ഫോറംസ്, പല ഗ്ലോബൽ മീറ്റിംഗ്സിലൊക്കെ ഈ രണ്ട് നേതാക്കളും തമ്മിൽ ഇരുന്ന് സംസാരിക്കാറൊക്കെ ഉണ്ട്. പുതുമയായിട്ടുള്ള ഒരു വിഷയമായിട്ട് ആൾക്കാർ നോക്കിക്കാണുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ യൂറോപ്യൻസ് ഊതിപ്പെരിപ്പിക്കുന്ന ഈ ബലൂൺ കൊണ്ടാണ് ഈ വിഷയം ഇത്രമാത്രം വലിയൊരു സംഭവമായി തീരുന്നത്. കാര്യം വേറെ ഒന്നുമില്ല, ട്രംപിന്റെ നിലപാടിൽ വളരെ വ്യക്തമാണ്. ട്രംപ് അമേരിക്കയുടെ പൈസയോ അമേരിക്കയുടെ മിലിറ്ററി ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളോ ഒന്നും തന്നെയും വേറെ ആർക്കും വേണ്ടി ഇപ്പം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കുക. കാരണം ട്രംപ് കയറി വന്ന ഉടനെ പറഞ്ഞത് സിറിയയിൽ ഉൾപ്പെടെയുള്ള, ഇസ്രായേലിൽ ഉൾപ്പെടെയുള്ള, ഇറാഖിൽ ഉൾപ്പെടെയുള്ള മിലിറ്ററീസിനെ എല്ലാം തന്നെ ഞാൻ പിൻവലിക്കാൻ പോകുന്നതാണ് പറഞ്ഞത്. പിന്നെ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ വീണ്ടും അഡീഷണൽ ആയിട്ട് അയാൾ എക്സ്പെൻസസ് ഉണ്ടാക്കിക്കൊണ്ട് യൂറോപ്പിനെ മൊത്തം സംരക്ഷിക്കാൻ, ഉക്രൈനിന് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി ട്രംപ് വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. യൂറോപ്യൻസ് ചെയ്യേണ്ടത് യൂറോപ്യൻസിൻ്റെതായിട്ടുള്ള ആർമിയും ഡിഫൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അമേരിക്കയിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം, നിങ്ങൾ വില കൊടുത്ത് മേടിച്ച് അവിടെ ഡിപ്ലോയ് ചെയ്യുമെന്നാണ് ട്രംപ് പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അതിന് നേരിട്ട് വിളിച്ച് പറയണമായിരിക്കും, നിങ്ങൾ അമേരിക്കയിൽ നിന്ന് സാധനം മേടിച്ച് അവിടെ വെച്ചോ, അങ്ങനെ പറയണമായിരിക്കും. ഇത്തരം ഡിപ്ലോമസികൾ പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത രീതിയിലുള്ള നേതാക്കളായിട്ടാണ് ഇപ്പൊ യൂറോപ്പിലെമ്പാടുള്ള ആൾക്കാരുള്ളത്. ഈ സ്റ്റാർമറൊക്കെ എന്ത് വിചാരിച്ചുകൊണ്ടാണ് ഈ കൂട്ടം കൂടി സംസാരിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? എന്നിട്ട് ഇപ്പൊ ഇതാ നോക്ക്, വീണ്ടും സെലൻസ്കി പറഞ്ഞിരിക്കുകയാണ് അമേരിക്ക ഞങ്ങൾക്ക് എക്കാലത്തെയും നല്ലൊരു പാർട്ട്ണറാണെന്നുള്ള വീണ്ടും പ്രഖ്യാപനവുമായിട്ടും ട്വീറ്റുമായിട്ടൊക്കെ വന്നിരിക്കുകയാണ്. ഇപ്പൊ യൂറോപ്യൻസ് അടുത്ത് പ്ലാൻ ചെയ്യുന്നത് ഉക്രൈന്റെ ഉള്ളിൽ നിന്നും ഈ ഒരു സ്റ്റാർ ലിങ്ക് എന്ന് പറഞ്ഞ ഇലോൺ മസ്കിന്റെ ആ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു മാർഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ എത്രമാത്രം അമേരിക്കയ്ക്കെതിരെ പ്രവർത്തിക്കുന്നു അത്രമാത്രം സാധനം അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഇവർക്ക് തിരിച്ച് അതേപോലെ തന്നെ കിട്ടും. അതാണ് ഇവർക്ക് മനസ്സിലാക്കാത്തത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഇന്നലെ സെലൻസ്കി പോയിട്ട് ഹൈപ്പർ ആയിട്ട് ഇങ്ങനെ രണ്ട് പാത്രത്തിലായിട്ട് ഇങ്ങോട്ട് മടങ്ങി വന്നു. ഇനിയിപ്പോ നോക്കിക്കോ, ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ട്രംപിന്റെ സൈഡിൽ ഓൾറെഡി തന്നെ റഷ്യയുമായിട്ട് ഇതേ ഉക്രൈൻ ലാൻഡിനെ ബാധിക്കാനുള്ള കരാറും എഗ്രിമെന്റും എല്ലാം റെഡിയാണ്. അവിടെയും ഉക്രൈന്റെ സ്ഥലം തന്നെയാണ്, ഉക്രൈന്റെ സ്ഥലം പ്ലസ് റഷ്യയുടെ സ്ഥലവും. റഷ്യയുടെ ഉള്ളിലുള്ള റെയർ എർത്ത് മിനറൽസ് ഉൾപ്പെടെ ഉക്രൈനിലെ സ്ഥലം പിടിച്ചെടുത്ത സ്ഥലത്തുള്ള റെയർ എർത്ത് മിനറൽസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കംപ്ലീറ്റും അമേരിക്കയുമായിട്ട് ചേർന്ന് ഗവേഷണം ചെയ്യാൻ റഷ്യ തയ്യാറാണ്. ആ അവസ്ഥയിൽ തീർച്ചയായിട്ടും റഷ്യയും അമേരിക്കയും അത് ഒപ്പുവെച്ച് മുന്നോട്ട് പോകും. 100% അത് മുന്നോട്ട് പോകും. ഈവൻ ഉക്രൈന്റെ സെലൻസ്കി, ഉക്രൈന്റെ മറ്റുള്ള ആ ഒരു 60-70% സ്ഥലം ബാക്കിയുള്ള സ്ഥലത്തോളം ഉള്ള ഒരു ഡീലാണ് റെയർ എർത്ത് മിനറൽസിന്റെ ഡീൽ സൈൻ വെക്കാൻ വേണ്ടിയിട്ട് ട്രംപ് ഉക്രൈനിലെ സെലൻസ്കിയെ വിളിച്ചു വരുത്തിയത്. പക്ഷേ ഇത് കുറച്ച് നേരത്തെ ആയിപ്പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സെലൻസ്കിയുമായിട്ട് സംസാരിക്കേണ്ട സമയം ഇതല്ലായിരുന്നു. കുറച്ചുകൂടെ ഒരു 2 ആഴ്ചയോടെ കഴിഞ്ഞിട്ട് സെലൻസ്കിയുമായിട്ട് ഒരു മീറ്റിംഗ് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയേനെ. ഇത് കുറച്ചുകൂടെ അർജന്റ് ആയിപ്പോയി എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. വേറെ ഒന്നും കൊണ്ടല്ല, പുടിൻ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂറോപ്യൻ യൂണിയനിലെ മെമ്പേഴ്സിനെ
ചർച്ചയിൽ ഉൾപ്പെടുത്താൻ പുടിൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഒരു യൂറോപ്യൻ യൂണിയനിലെ മെമ്പേഴ്സിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചർച്ച നടത്തി മുന്നോട്ട് പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് കാര്യങ്ങൾ തീരുമായിരുന്നു. US വേണ്ട കാര്യങ്ങളും കിട്ടും, അതേപോലെ ഉക്രൈന് വേണ്ട കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ്. അവർക്ക് വേണ്ടത് എന്താണ്? ഒരു ഉറപ്പാണ്. റഷ്യ വീണ്ടും കൂടുതൽ സ്ഥലങ്ങൾ ആക്രമിക്കില്ല എന്നുള്ള ഉറപ്പാണ്. റഷ്യക്ക് USSR എന്ന് പറഞ്ഞ് സോവിയറ്റ് റഷ്യ ആയിട്ടിരുന്ന സമയത്തുള്ള വലിയൊരു ചരിത്രമുണ്ട്. ആ ചരിത്രമൊക്കെ അറിയാവുന്ന ആൾക്കാർ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോയി മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം ഈ ഉക്രൈനൊക്കെ റഷ്യയുടെ ഭാഗമായിട്ടിരുന്ന സ്ഥലങ്ങളാണ്. റഷ്യ ഒരു സമയത്ത് വല്ലാതെ ഡോമിനേറ്റ് ചെയ്തിരുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അവരിങ്ങനെ ചിന്നിച്ചിതറി പോയതിന്റെ കാരണം തന്നെ ഈ ഒരു ക്യാപിറ്റലിസം വന്നതും കമ്മ്യൂണിസത്തിനെതിരെ ആഞ്ഞടിച്ച പല കാലഘട്ടങ്ങളിൽ ഉണ്ടായ റിഫോർമേഷനിലൂടെയാണ് ഈ ഒരു സോവിയറ്റ് യൂണിയൻസ് മൊത്തത്തിൽ ഇങ്ങനെ പിരിഞ്ഞ് ചിന്നാഭിന്നമായി ഇങ്ങനെ പോയത്. അപ്പൊ തീർച്ചയായിട്ടും റഷ്യ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നെങ്കിൽ അവരുടെ ഭാഗമായിട്ടിരുന്ന ആൾക്കാരെയൊക്കെ കൂട്ടിച്ചേർക്കാനേ ശ്രമിക്കുകയുള്ളൂ. ഇപ്പോഴും സ്ലോവാക്യ എന്ന് പറഞ്ഞ രാജ്യം ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാര്യം സ്ലോവാക്യ ത്രൂ റഷ്യയിൽ നിന്ന് പൈപ്പ് കണക്ഷൻ ഉക്രൈനിലൂടെ വന്നിട്ടുണ്ടായിരുന്നു, ഗ്യാസിന്റെ പൈപ്പ് കണക്ഷൻ. ആ പൈപ്പ് കണക്ഷൻ ഉക്രൈൻ നിരുപാധികം ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഡിസ്കണക്ട് ചെയ്തതുകൊണ്ട് സ്ലോവാക്യക്ക് കിട്ടിക്കൊണ്ടിരുന്ന ചെറിയ വരുമാനം ഉണ്ടായിരുന്നു, ആ വരുമാനത്തിന് ചെറിയ തടസ്സമുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ലോവാക്യ, പക്ഷെ എന്നാൽ റഷ്യയുമായിട്ട് ആ രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് ഉക്രൈനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റഷ്യയെ എതിർക്കാനുള്ള ഒരു മാനസികാവസ്ഥ സ്ലോവാക്യക്ക് ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത്തവണ യൂറോപ്യൻ യൂണിയന്റെ മീറ്റിംഗ് UK വിളിച്ചു ചേർത്ത സമയത്ത് ബാൾട്ടിക് റീജിയനിലുള്ള രാജ്യങ്ങളെ ഒന്നും തന്നെ വിളിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ റഷ്യയുമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, ഇനി കൂടുതൽ ഉണ്ടാക്കണ്ട എന്നുള്ളൊരു ഡിപ്ലോമസിയാണ് അവർ അതിനകത്ത് ഉൾക്കൊള്ളിച്ചതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെ ചൊല്ലി ബാൾട്ടിക് റീജിയനിലുള്ള രാജ്യങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതിയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ആ ഒരു മേഖലയിൽ ചേരിതിരിവ് നടക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അതിലുപരിയായിട്ട് മോൾഡോവയൊക്കെ വളരെ ക്ലോസർ പ്രോക്സിമിറ്റിയിൽ കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അങ്ങനെ മോൾഡോവ ആയിക്കോട്ടെ, അതുപോലെ ആ റീജിയനിൽ കിടക്കുന്ന ബാൾട്ടിക് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങളൊന്നും തന്നെയും ഈ ഒരു മീറ്റിങ്ങിന് ഇന്ന് പങ്കെടുത്തിട്ടില്ല. അപ്പൊ അതിന് യൂറോപ്യൻ യൂണിയനും പിന്നെ ഈ ഒരു UK ഈ രീതിയിലുള്ള കുറച്ച് രാജ്യങ്ങളാണ് ഇപ്പൊ ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി വേറൊരു എമർജൻസി മീറ്റിംഗ് വിശാലമായിട്ട് നടത്തും എന്നും ആ മീറ്റിംഗ് ശരിക്കും മാർച്ച് 6-ാം തീയതി ഒരു എമർജൻസി മീറ്റിംഗ് സംഘടിപ്പിക്കുന്നു. ആ എമർജൻസി മീറ്റിംഗിൽ എല്ലാവരെയും വിളിച്ചു വരുത്താം എന്നുള്ള രീതിയിലുള്ള പുതിയ തീരുമാനമായിട്ട് വന്നിരിക്കുകയാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഡിഫൻസ് എങ്ങനെ ശക്തിപ്പെടുത്തണം യൂറോപ്യൻ മേഖലയിൽ എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ച. ഇപ്പോഴും ഒരു ചർച്ച തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല റൗണ്ട് ചർച്ചകളായി, എന്നിട്ട് ഇതുവരെ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ആ രീതിയിലാണ് യൂറോപ്യൻ മേഖലയിൽ ടെൻഷൻ നല്ല ഹൈ റൈസിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അങ്ങനെ വളരെ നീറ്റായിട്ട് കോട്ടും സൂട്ടും ഇട്ടുകൊണ്ട് അമേരിക്ക അങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം വേറെ ഒന്നുമില്ല, അമേരിക്കയ്ക്ക് ക്ലിയർ ആയിട്ടുള്ള വിഷൻസ് ഉണ്ട്. അവർ നടപ്പിലാക്കാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ അവരുടെ ലിസ്റ്റിലുണ്ട്. ആ ലിസ്റ്റ് 1 by 1 ആയിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് ഒക്കെ പൊസിഷനിൽ വരുന്നതിന് മുമ്പ് തന്നെ യുക്രൈനെ കുറിച്ചൊക്കെ ഡിഫറന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് തന്നെ വന്ന ആളാണ്. പിന്നെ ഉക്രൈന് സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. ട്രംപ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രംപ് വളരെ ഓപ്പൺ ആയിട്ടാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഉക്രൈനെതിരാണ്, റഷ്യയുടെ ഒപ്പമാണെന്നുള്ളത് വളരെ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ അതിനകത്ത് എന്തിനാണ് ഇത്ര വലിയ തർക്കത്തിന്റെ ഒരു ആവശ്യമില്ല. ട്രംപ് അടുത്ത ഇൻവിറ്റേഷൻ വിടാൻ പോവാണ്. ആർക്കാണ്? പുടിന്. ഒരുപക്ഷെ പുടിൻ വൈറ്റ് ഹൗസിലോ അല്ലെങ്കിൽ ട്രംപ് ക്രെംലിനിലോ എത്തുന്നതായിരിക്കും. എത്തിക്കഴിഞ്ഞാൽ അവരൊരു ഡീല് സൈൻ ചെയ്യും. ആ ഡീല് സൈൻ ചെയ്യുന്നത് യൂറോപ്പിന്റെ വയറ്റത്തടിക്കുന്ന ഡീലാണ് നടക്കാൻ പോകുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളും ബാൾട്ടിക് രാജ്യങ്ങളും അതുപോലെ തന്നെ ഈ UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഈ രാജ്യങ്ങളെല്ലാം തന്നെയും ചടപൊടാ പൊളിഞ്ഞു ഞെട്ടലോടുകൂടി തകർന്നടിഞ്ഞ് വീഴുന്ന ഒരു അവസ്ഥയിൽ എത്താൻ പോവാണ്. അത് ശരിക്കും ഈ ഒരു ഡീല് ട്രംപും പുടിനും കൂടെ ഈ ഒരു റെയർ എർത്ത് മിനറൽ ഡീൽ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ വേറെ രീതിയിലാണ്. അപ്പൊ എന്തായാലും ഇവർക്കാണെങ്കിൽ ഇപ്പോൾ ഇനഫ് ഡിഫൻസ് ഫോഴ്സ് പോലും ഇല്ല എന്നുള്ള അവസ്ഥയാണ്. ഇന്ത്യയുമായിട്ട് കൂടുതൽ ടൈപ്പ് വെക്കുന്നുണ്ട്. ഒരുപാട് ഡിഫൻസ് മേഖലയിലുള്ള സാധനങ്ങളൊക്കെ കയറ്റുമതി ചെയ്യാനും അവിടെ അവരുടെ ഡിഫൻസ് ശക്തിപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പല വീഡിയോകളും കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യ യൂറോപ്പിന്റെ ഡിഫൻസ് ശക്തിപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇന്ത്യ ഒരിക്കലും റഷ്യയ്ക്കോ അമേരിക്കയ്ക്കോ എതിരെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഒരു ഡിഫൻസ് ശക്തിപ്പെടുത്താനൊന്നും പോകത്തില്ല. അതാദ്യം മനസ്സിലാക്കിക്കോണം. അത് ഡിപ്ലോമസിയിൽ കുറച്ചുകൂടെ നമ്മൾ ഗ്രാഹ്യത്തോട് നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിന് ഇന്ത്യയിൽ നിന്നും എന്ത് സാധനം വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. പ്രത്യേകിച്ചും റഷ്യയാണ് ഡിഫെൻഡ് ചെയ്യുന്നത് കൊണ്ട് റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ ഒന്നും തന്നെയും ഇന്ത്യ അവർക്ക് കൊടുക്കത്തില്ല. ഇനി US ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫ്രാൻസുമായിട്ട് ബന്ധപ്പെട്ട് ആ രീതിയിൽ സ്പെയിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ടെക്നോളജികൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രോഡക്ട്സുകളുണ്ട്. ആ രീതിയിലുള്ള പ്രോഡക്റ്റുകളൊക്കെ ഇന്ത്യക്ക് കൊടുക്കാം. സ്പെസിഫിക് ആയിട്ടുള്ള ചില പ്രോഡക്റ്റുകൾ വിച്ച് ഈസ് റഷ്യയുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത പ്രോഡക്റ്റുകൾ ആ മേഖലയ്ക്ക് സപ്ലൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിൽ യാതൊരു മാറ്റമില്ല എന്നുള്ളതാണ്. അതൊക്കെ തികച്ചും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. യൂറോപ്പിന് വേണമെങ്കിൽ ഇന്ത്യയിൽ നിന്നും എത്രത്തോളം സാധനങ്ങൾ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അത് ഒരിക്കലും റഷ്യൻ പ്രോഡക്റ്റോ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചെറിയ സ്പെയർ പാർട്സ് പോലും റഷ്യയിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങൾ ഒരിക്കലും ഇന്ത്യ യൂറോപ്യൻ മേഖലയ്ക്ക് സപ്ലൈ ചെയ്യത്തില്ല. ഇന്ത്യ ഒരിക്കലും യൂറോപ്പിൽ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഞാൻ നിങ്ങളുടെ രക്ഷകനാണെന്ന് പറഞ്ഞിട്ട് ഒരു ഡിഫൻസ് ഒരുക്കി കൊടുക്കാൻ, ഒരു ഡിഫൻസ് സംവിധാനം ഒരുക്കി കൊടുക്കാൻ ഒരിക്കലും തയ്യാറാവില്ല എന്നുള്ളതാണ്. അതാദ്യം മനസ്സിലാക്കിക്കോണം. ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കണ്ടായിരുന്നു, ഇതേപോലെ യൂട്യൂബിൽ തന്നെ കണ്ടതാണ്. ഇന്ത്യ യൂറോപ്പിന്റെ ഡിഫൻസ് ശരിപ്പെടുത്താൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല. ഇന്നത്തെ മീറ്റിംഗിൽ
തുർക്കിയുടെ ഫോറിൻ അംബാസഡർ വന്നിട്ടുണ്ടായിരുന്നു. കാര്യം വേറെ ഒന്നുമല്ല, ഈ തുർക്കിയെ വിളിക്കുന്നത് അവര് പൊസിഷൻ ചെയ്യുന്ന ഒരു സ്ഥലം, ഈ തുർക്കി നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട് അല്ലെ, അവർ യൂറോപ്പിന്റെ മേഖലയിലും ഏഷ്യൻ സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് തുർക്കിയെ വിളിച്ചത്. അതുപോലെ തന്നെ പിന്നെ മാക്രോൺ പറഞ്ഞിരിക്കുന്നത് ഗാംബ്ലിംഗ് വിത്ത് വേൾഡ് വാർ 3 അത് ഉക്രൈനിലെ സെലൻസ്കി അല്ല ചെയ്യുന്നത്, അത് ചെയ്യുന്നത് ശരിക്കും പുടിൻ ആണെന്നുള്ള രീതിയിലുള്ള ഒരു നിലപാടുമായിട്ടാണ് മാക്രോൺ പുറത്തു വന്നിരിക്കുന്നത്. മാക്രോണിന്റെ ആവശ്യം നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞതാണ്. എങ്ങനെ ഉക്രൈനെ കഷ്ണങ്ങളാക്കി കയ്യിലെടുക്കാം എന്നുള്ള ഒരു ഗൂഢതന്ത്രം മെനഞ്ഞ് നടക്കുന്ന വ്യക്തികളിൽ നമ്പർ 1 ആണ് ഇമ്മാനുവൽ മാക്രോൺ. ഉക്രൈനിലെ സെലൻസ്കിക്ക് അത് മനസ്സിലായോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ പൊതുവിൽ വെളിയിലിരുന്ന ഈ ഒരു ഡിപ്ലോമസിയും ജിയോ പൊളിറ്റിക്സ് ഒക്കെ കാണുന്ന ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ട്രംപ് എന്തിനാണ് ഈ ഒരു വലിയ ഡീലുമായിട്ട് ഇങ്ങനെ ഒരു വലിയ ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ട് നടക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ ചൈനയെ കൗണ്ടർ ചെയ്യാൻ തന്നെയാണ്. കാരണം ചൈന റയർ എർത്ത് മിനറൽ എന്നൊക്കെ പറയുന്ന ഈ ഒരു ഏരിയയിൽ 90% സപ്ലൈയും കൈക്കലാക്കി വെച്ചിരിക്കുന്ന ചൈനയാണ്. അപ്പൊ ചൈനയുടെ ഈ ഒരു മേഖലയിലുള്ള ഈ ഒരു ഡോമിനൻസ് ശരിക്കും പറഞ്ഞാൽ ട്രംപിനെ വളരെയധികം അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. അതിനെ ചെറുക്കാൻ വേണ്ടി തന്നെയാണ് ട്രംപ് ഈ രീതിയിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ചൈന തന്നെയാണ് ടാർഗറ്റ്. അതായത് റഷ്യയിലെ പുടിനെ വലിച്ച് സ്വന്തം ചേരിയിൽ ചേർക്കുന്നതും ഇതിന്റെ തന്നെ ഒരു ഭാഗമാണ്. ഇതിങ്ങനെ തന്നെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഏത് രീതിയിൽ ചൈനയെ നല്ല രീതിയിൽ കൗണ്ടർ ചെയ്യാം. കാരണം ചൈന നിരന്തരം ഇറാന് സപ്പോർട്ടും കൊടുത്തുകൊണ്ട് ഇറാന്റെ അടുത്ത് നിന്ന് കൂടുതൽ ഓയിലുകൾ മേടിച്ചുകൊണ്ട് അമേരിക്കയ്ക്കെതിരെ നിരുപാധികം നിൽക്കുന്ന രാജ്യങ്ങളെ നമ്പർ 1 ആണ് ചൈന. അപ്പൊ ചൈനയെ എങ്ങനെ ചെറുക്കണം എന്നുള്ള രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് ട്രംപ് അവിടെ വന്നിരിക്കുന്നത്. ട്രംപിന്റെ പ്ലാൻ ജിയോ പൊളിറ്റിക്സ് ഒക്കെ കുറച്ചുകൂടെ ബ്രീഫാണ്, കുറച്ചുകൂടെ വൈഡ് ആണ്. അത് കാണാനുള്ള ഒരു ശേഷി ശരിക്കും ഉക്രൈനിലെ സെലൻസ്കിക്ക് ഇല്ല. അതുപോലെ തന്നെ ഈ ഒരു യൂറോപ്യൻ യൂണിയൻസിനും ആ ഒരു മെച്യൂരിറ്റി വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. യൂറോപ്യൻ യൂണിയനൊക്കെ ഇപ്പൊ ട്രംപിനെ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ സ്വന്തം കാര്യത്തിലേക്കെങ്കിലും ഫോക്കസ് ചെയ്ത് അവരുടെ ഡിഫൻസ് എങ്കിലും മെച്ചപ്പെടുത്തുക. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഡിഫൻസ് മെച്ചപ്പെടുത്താതെ അമേരിക്കയെ മാത്രം എതിർചേരിയിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് ഒരു ഡീവിയേഷൻ എടുത്തുകൊണ്ട് ഇവർ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അല്ലാതെ ഇവർ ഒരു രീതിയിലുള്ള ഡിഫൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചൈന നിരുപാധികം യൂറോപ്പിനെ തന്നെ വിഴുങ്ങുന്ന ഒരു അവസ്ഥയിൽ എത്തും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ലാന്ന കാര്യമാണ്. കാരണം ചൈന പല രീതിയിലും ഈ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് പോയി യുദ്ധം ചെയ്യണം, ആൾക്കാരെ കൊല്ലണം എന്ന് മാത്രമല്ല, പല രീതിയിലും ഈ രാജ്യങ്ങളെ മുതലെടുക്കാനും അവരെ കൈക്കലാക്കാനും വരുതിക്കുള്ളിൽ കൊണ്ടുവരാനും കഴിയും. ശ്രീലങ്കയൊക്കെ കൂപ്പുകുത്തി വീണത് നമ്മൾ കണ്ടതല്ലേ. പാകിസ്ഥാൻ ഏത് അവസ്ഥയിൽ കിടന്ന് എഴയുന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഒരുപാട് രാജ്യങ്ങൾ മുന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചൈന പല രീതിയിൽ യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ വിഴുങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ചൈനയെ ചെറുക്കാനാണ് ട്രംപ് ഈ രീതിയിലുള്ള വൈഡ് റേഞ്ച് ആയിട്ടുള്ള പ്ലാനുമായിട്ടാണ് ഈ ഒരു 4 വർഷത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം റയർ എർത്ത് മിനറൽസ് ആയിക്കോട്ടെ എല്ലാ രീതിയിലും അമേരിക്ക കുറച്ചുകൂടെ ഡോമിനേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ട്രംപ് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയുമായിട്ടാണ് മുന്നോട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ ഇന്ത്യക്ക് ഗുണമുണ്ടോ ദോഷമാണോ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ ന്യൂസ് പക്കായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് യൂറോപ്പ് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയങ്ങളെ കുറിച്ചാണ് ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതിലേക്ക് വരുന്ന ഫർദർ ഡെവലപ്മെന്റ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.